എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ബ്രെഡ് കൊണ്ടുള്ളൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് ടോസ്റ്റ് വിത്ത് വൈറ്റ് സോസ്, അതാണ് നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനൊരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു മുട്ട, 2 ടേബിൾ സ്പൂൺ മൈദമാവ്, 1 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ നോക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 1 ടീസ്പൂൺ വെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെണ്ണയോ നെയ്യോ ഒക്കെ ടോസ്റ്റ് ചെയ്ത് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഇഷ്ടമാണല്ലേ, വളരെ ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെണ്ണ നന്നായിട്ട് മെൽട്ടായി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മൈദമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. മൈദമാവ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിവിടെ വൈറ്റ് സോസാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൈദമാവും ഈ വെണ്ണയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് ഈ മൈദമാവ് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നല്ല ഒരു മൂത്ത മണം നമുക്ക് ഫീൽ ചെയ്യും. വെണ്ണ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ലൊരു മണമാണ് നമുക്ക് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് വേണം നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മൈദമാവ് മൂപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സിമ്മിൽ ഇടാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാവിൻ്റെ കളർ ഒട്ടും തന്നെ മാറാൻ പാടില്ല. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ വൈറ്റ് സോസ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അന്നേരം ഈ വൈറ്റ് കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കളർ ഷെയ്ഡ് മാറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നമ്മൾ മൂപ്പിച്ചെടുക്കുകയും വേണം, അതേസമയം നമ്മളെ കളർ ഷെയ്ഡ് ഒട്ടും മാറാനും പാടില്ല. അതുകൊണ്ട് സിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ മൂത്ത മണം വരുന്നവരെ നമ്മളൊന്ന് ഇങ്ങനെ മിക്സ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, ആ പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പാലിൽ കിടന്നിട്ട് വേണം ഈ മാവ് കുക്കായി വരാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ച പാലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തിളപ്പിക്കാതെ പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ നിന്ന് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് മുമ്പേ എടുത്ത് വെച്ചാൽ തണുപ്പൊന്ന് വിടുവിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഈ പാല് ആ മാവും വെണ്ണയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, മൈദ മാവെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതൊന്ന് കട്ട പിടിക്കാതെ എല്ലാ കട്ടകളൊക്കെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മാവ് ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം, നന്നായിട്ട് കുക്കാവുകയും വേണം. അത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് നോൺ സ്റ്റിക്ക് പാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടുക്കി പിടിക്കാതിരിക്കാൻ നമുക്ക് ടെൻഷനൊന്നും വേണ്ട. അതേസമയം നമ്മൾ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഒക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലൂസണാവും. അപ്പോൾ ആ ലൂസണാവുന്നത് വീണ്ടും നമ്മൾ ഇതുപോലെ തിക്കാക്കി എടുക്കണം. നമ്മൾ സാധാരണ നമ്മൾ ബ്രെഡിൽ ജാമും ഒക്കെ മറ്റ് തേക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ രൂപത്തിൽ നമ്മൾ ഈ മിക്സ് കുറുകി വരണം. അപ്പോൾ അതിനോട്ട് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ആ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പഞ്ചസാരയൊക്കെ പലങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഇപ്പം എനിക്ക് ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ട്, അത് കുറച്ച് പൊടിച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് കുറുകി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ടൈറ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലോട്ട് മാറും. അപ്പോൾ അത്രയും ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ലൂസായിട്ടുള്ള അവസ്ഥയിൽ തന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ഇവിടെ ഒരു ബൗളിൽ ഞാനൊരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാണ്. ആ മുട്ടയുടെ സ്മെല്ലിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ആഡ് ചെയ്തത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസിന് ഇപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ഏലക്കയോ അങ്ങനെ മറ്റെന്തെങ്കിലും ഗ്രാമ്പു പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇതിലോട്ട് ഇപ്പോൾ ഞാനൊരു ബാക്കി ഉണ്ടായിരുന്ന പാലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ്
ചെയ്ത് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ചെയ്യാറില്ലേ, പാലും മുട്ടയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുട്ടികൾക്ക് ബ്രെഡ് മൊരിച്ചു കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ അതേപോലത്തെ ആ ഒരു മിക്സിൽ ഞാനിവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ വെച്ച ശേഷം അത് നന്നായിട്ട് ചൂടാവുക. ഒരു കുറച്ച് തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബ്രെഡിൻ്റെ പോർഷൻ 2 സൈഡും ഒന്ന് മുക്കി ആ ഒരു മിക്സിയിൽ മുക്കിയ ശേഷം നമ്മൾ ആ നെയ്യിൽ ചൂടാക്കി കിടക്കുന്ന നെയ്യിനകത്ത് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് ഇത് ഈ ഒരു രൂപത്തിൽ മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മളെ കയ്യിലുള്ള എല്ലാ പീസസും തന്നെ ഇതുപോലെ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് ബ്രൗൺ ഷെയ്ഡായി പോകണ്ട. എനിക്കിവിടെ നന്നായിട്ട് ചൂടായതുകൊണ്ടാണ് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കാണുന്നത്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 8 പീസസും നമ്മൾ ആ ഒരു രൂപത്തിലോട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സോസ് കുറച്ച് തിക്കായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഇത്രയും തിക്നെസ് വേണ്ട, അതനുസരിച്ച് നമ്മളത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് ബ്രെഡ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല യെല്ലോ കളർ, നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ നമ്മൾ വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തോട്ടും ഈവനായിട്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് അതിനെ എല്ലാ എഡ്ജസിലും ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നോർമലി ജാമൊക്കെ തേക്കാറില്ലേ നമ്മൾ ബ്രെഡിൽ, ആ ഒരു രൂപത്തിൽ അവിടെ എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു പീസ് എടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അതിൻ്റെ എഡ്ജസ് എല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ 2 പീസും തമ്മിൽ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം. നന്നായിട്ട് യോജിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇനി നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിളായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ കുഞ്ഞ് സ്ക്വയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 2ആയിട്ട് കട്ട് ചെയ്ത് വീണ്ടും അതിനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 2 പീസ് ബ്രെഡിൽ നിന്ന് നമുക്ക് 4 കുഞ്ഞ് പീസുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോമിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പീസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അകത്ത് നല്ലൊരു വൈറ്റ് കളറിലുള്ള ഒരു ജാം പോലത്തെ ഒരു രൂപത്തിലുള്ള നമ്മൾ വൈറ്റ് സോസ് കാണാം. 2 പീസസും നന്നായിട്ട് യോജിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെല്ലാ പീസസും തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് സോസൊക്കെ തേച്ച് നല്ല ഷോർട്ട് സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിന് പുറത്ത് വേണമെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്